ഇരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത്. അതെല്ലാം പോയി. ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. മുസ്ലിങ്ങൾക്ക് പോലും അവസ്ഥയിലാണ് ഹിന്ദുക്കളെല്ലാം പറയുന്നത്. എന്താ പറയാ അല്ലെ, കച്ച കപടം അല്ലെ, കച്ചവടമല്ല കച്ച കപടം, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അൽ മുക്തദിർ ജ്വല്ലറി, അവരെ പറ്റിയാണ് ഈ പറയുന്ന കാര്യം. അൽ മുക്തദിർ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ തുടക്കം പോലെ തന്നെ പ്രശസ്തിയും കുപ്രസിദ്ധിയും നേടിയ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം 0% പണിക്കൂലി, 0% പണിക്കുറവ്, ഇതൊന്നും ഇല്ലാണ്ട് സ്വർണ്ണം കൊടുക്കുക എന്നത്. ഞാനൊരു സുഹൃത്തിനോട്, സ്വർണ്ണക്കടയായ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, പറഞ്ഞു ഇതൊക്കെയാണ് ലാഭം, ഇതല്ലാണ്ട് എങ്ങനെ കച്ചവടം ചെയ്യുന്നു, ഇതില്ലാണ്ട് എങ്ങനെ ഒരു വരുമാനം? അപ്പോൾ എന്തോ ഒരു സംതിങ് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരാൾ 100 രൂപ മുടക്ക് മുതലുള്ള സാധനം എങ്ങനെ 50 രൂപ കൊടുക്കും? ചിത്രമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേര്, അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം കളങ്കപ്പെടുത്തുന്ന നിലയിൽ സമൂഹത്തിന് മുമ്പിൽ ഈ ആളുകൾ വേഷം ധരിച്ച് ഇറങ്ങി ഞങ്ങളെ കബളിപ്പിക്കുക. പൂർണ്ണമായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പടച്ചോൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് എനിക്കറിയാമല്ലോ, എനിക്ക് ഇപ്പോഴൊന്നും നേരം വെളുത്തിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, 100 രൂപ വിലയുള്ള സാധനം എങ്ങനെ നിങ്ങൾക്ക് 50 രൂപ തരും? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ആലോചിക്കാണ്ട് പോയി നിങ്ങളതിന് കുറേ ചാടിയതല്ലേ. ഇനി അവർ പറ്റിച്ചാലോ തട്ടിച്ചാലോ ഇത് ഗവൺമെൻറ് ഉത്തരവാദിത്വം ഇല്ല. അവൻ കോടികളാണ് കട്ടെങ്കിൽ, ഈ കോടികൾ 1000 കോടി ഞാൻ കട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒരു കോടി 50 കോടി കൊണ്ടോ 25 കോടി കേസ് ഒതുക്കി അവൻ രക്ഷപ്പെടും. ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ മതം വിൽക്കുന്ന, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ എന്തോ ഒരു പറ്റിപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബോധമില്ലേ? 100 രൂപയ്ക്ക് 500 കിട്ടില്ല, അഥവാ തരാമെന്ന് പറയുന്നവൻ നിങ്ങളെ തട്ടിക്കാനുള്ളതാണ്. അത് ചിന്തിക്കുക. അത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കരയുന്നവർ എനിക്ക് പുച്ഛം മാത്രം, വെറും പുച്ഛം മാത്രം.